അപ്പോൾ നമ്മളങ്ങനെ പിന്നെയും വന്നിരിക്കുകയാണ് ലെറ്റ്സ് പ്ലേയുടെ 4ാമത്തെ എപ്പിസോഡായിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും നമ്മളിപ്പോൾ കുറച്ച് ഡിലേ ആക്കാണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളും ഇടുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസാസ്റ്റർ SMBയും ലെറ്റ്സ് പ്ലേയും ഒരുപാട് നമ്മൾ ഒരുമിച്ച് മാനേജ് ചെയ്ത് പോകുന്നുണ്ട് ഗൈസ്. അത് വലിയൊരു കഴിവാണ് ഗൈസ്. അപ്പോൾ ഡിസാസ്റ്ററിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കണ്ടൻറ്റ് ക്ഷാമമാണ്. സോ മാക്സിമം കണ്ടൻറ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വീഡിയോസ് ഇടുന്നത്. കാരണം ചുമ്മാ ഓരോ വീഡിയോസ് ഇട്ടാൽ ഞങ്ങൾക്ക് ബോറടിക്കും. പക്ഷേ ലെറ്റ്സ് പ്ലേ അങ്ങനെയല്ല, കണ്ടൻറ്റ് ഇഷ്ടംമാരുണ്ട്, ഓരോ ബിൽഡും ഫാർമൊക്കെ വയ്ക്കണം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ലെറ്റ്സ് പ്ലേയിൽ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, പരിപാടി ഉണ്ട് ഗൈസ്, അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അതിനൊക്കെ ഒരു കാര്യം പറയാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ജസ്റ്റ് മൈനിങ്ങിനൊക്കെ പോയി കുറച്ച് വില്ലേജൊക്കെ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ കേവിൽ വെച്ച് നമുക്ക് കുറച്ച് അയൺ കിട്ടിയായിരുന്നു. സോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആ അയൺ സ്മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ഫുൾ അയൺ ആർമറായി കളയാൻ കഴിച്ചു. എന്നിട്ട് ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു ബ്രീഡർ ഫാം സെറ്റ് ചെയ്യണം. അത് നമ്മളിന്നൊരു ബ്രീഡർ ഫാം ആണെങ്കിൽ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ ഒരു 3ാമത്തെ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു, 2ാമത്തെ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു നമ്മളൊരു ബ്രീഡർ ഫാം ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ ആ ബ്രീഡർ ഫാം ആണെങ്കിൽ പിന്നീട് വർക്കായില്ല. അത് ഒരുപാട് പ്രശ്നമൊക്കെ പറ്റി കിടക്കുവാണെങ്കിൽ എനിക്കറിയത്തില്ല, മേ ബി ഈ വേർഷൻ്റെ പ്രശ്നമായിരിക്കാം. പിന്നെ ഒരു കാര്യം പറയേണ്ട, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, പുറത്ത് ഫുള്ള് മഴയാണ് ഗൈസ്. സോ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്, നോയ്സസും കാര്യങ്ങളുണ്ടാവും. സോ ക്ഷമിക്കുക. പറ്റുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് വോളിയം കുറച്ച് വെച്ചിട്ട് കാണാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ നമുക്കപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഗൈസ്. നമുക്ക് ആദ്യം അയൺ ആർമറായിട്ട് കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. അങ്ങനെ ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ, പുതിയ വില്ലേജ് ബ്രീഡർ ട്യൂട്ടോറിയൽ വീഡിയോ കാണാൻ നേരത്താണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കുന്നത്. നമുക്ക് പുതിയ ട്യൂട്ടോറിയൽ വീഡിയോ സെറ്റ് ചെയ്യണമെങ്കിൽ മറ്റേ പവർ റെയിൽ വേണം. പവർ റെയിലിനായിട്ട് നമുക്ക് അയൺ വേണം. അയൺ മാത്രം പോരാ, റെഡ് സ്റ്റോൺ വേണം. എൻ്റെ ലക്കിന് നമ്മൾ മൈൻ ചെയ്യാൻ പോയപ്പോൾ ഞാൻ കുറച്ച് റെഡ് സ്റ്റോണും ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ലക്കാണ് ഗൈസ്. സോ ഇനിയിപ്പോൾ അതിന് സീനില്ല. ആൻഡ് കുറച്ച് റെയിലും വേണം ഗൈസ്. അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ ഗോള്, ഇന്ന് 3 ഗോളാണ് ഗൈസ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഫസ്റ്റത്തെ ഗോൾ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും, ജസ്റ്റ് അയൺ ആർമർ ആവണം. 2ാമത്തെ ഗോൾ പറയുവാണെങ്കിൽ നമുക്ക് ബ്രീഡർ ഫാം ഉണ്ടാക്കേണ്ട ഐറ്റംസ് കളക്ട് ചെയ്യണം. 3ാമത്തെ ഗോളാണെങ്കിൽ ആ ഒരു ബ്രീഡർ ഫാം ഇവിടെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇനി എന്തായാലും സ്ഥലമൊന്നും കണ്ടുപിടിക്കുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ ഒരു സ്ഥലത്ത് തന്നെ ഞാൻ ഇനി അതൊന്ന് റീപ്ലേസ് ചെയ്ത് ഉണ്ടാക്കാൻ പോവാണ്. സോ ഇനി അതൊന്ന് റിമൂവ് ആക്കണം. സോ ഞാനൊരു കാര്യം ചെയ്യാം ഗൈസ്, അതിനായിട്ട് ഒരു ഷവൽ ഉണ്ടാക്കണം. എന്നിട്ട് നമുക്കത് പോയി ഒന്ന് റീപ്ലേസ് ചെയ്യാം. ഞാൻ 2 ഷവൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അത് ഒരുപാട് ഡേറ്റും കാര്യം നമുക്ക് മൈൻഡ് ചെയ്യാനുള്ളതല്ല, അപ്പോൾ ഇത് ആവശ്യം വരികയായിരിക്കും. സോ നമുക്കിനി ഈ വില്ലേജർ എൻ്റെ ഒരു സേഫ് ആക്കണം ഗൈസ്. അവരെ എങ്ങനെ നമ്മൾ ബോട്ടിലെടുത്തിയിട്ട് ഒന്ന് താഴത്തോടൊന്ന് സേഫ് ആക്കണം. സോ എൻ്റെ ലെഡ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഞാൻ മാക്സിമം ഇവരെ ഒന്ന് താഴത്തോട്ട് ഇറക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഗൈസ് ഞാനിപ്പോൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബ്രീഡർ സെറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാ സാധനങ്ങളും നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ നമുക്ക് പിന്നെ ഗൈസ് ഞാൻ അയൺ ആർമറും കൂടി ആയിട്ടുണ്ട്. നമ്മൾ ആ സ്മെൽറ്റ് ചെയ്തത് ഇപ്പോൾ അത് നോക്കുവാണെങ്കിൽ അയണുണ്ട്. ആൻഡ് എനിക്കിനി കുറച്ച് നേരം മിച്ചമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മൈൻകാട്ടൊക്കെ ഇതാക്കിയത്. അങ്ങനെ അത്യാവശ്യം ഒരു സംഭവമാണ്. ഇനി ഈ 2 പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഞാൻ ഇവിടെ ആയിട്ട് ഒരു ബ്രീഡർ ഫാം ബിൽഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളത് കാര്യം ചെയ്യും, ഞാൻ എന്തായാലും അതൊന്ന് ബിൽഡ് ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾ വന്നാൽ മതി. ഇടക്കള്ള ഞാനിവിടെ ഒരു ബ്രീഡർ ഫാം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇതാണ്ട് കുറച്ച് വില്ലേജേഴ്സ്. ഇവർക്ക് എന്നെ തന്നെ സൂക്കാണുള്ളത്. നമുക്കൊന്ന് പോയി തീർത്തിട്ട് ചിലപ്പോൾ മറ്റേ ബോട്ടിലിട്ടാൻ ചാൻസ് ഉണ്ട്. അയ്യോ എൻ്റെ ഷീൽഡോടെ. ഓക്കെ, എന്തായാലും ഇപ്പോൾ അയൺ ആർമറൊക്കെ ആയുള്ള സ്ഥിതിക്ക് നമുക്ക് അത്യാവശ്യം പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. അയ്യോ ഇതിനെ കൂടെ തീർത്ത് കഴിഞ്ഞാൽ ഇതെന്താ ചാവാത്ത
ബാക്കിയുള്ള നമുക്ക് ഒമിനിയൻസ് ബോട്ടിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഫുഡ് കഴിക്കില്ല വലുത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഷീൽഡിൽ ആ ഒരു ബാനർ ഇടാം, നല്ല രസം ഉണ്ടാവും. ഇപ്പം നല്ല വലിയ സുഖമൊന്നും ഇല്ലെങ്കിലും തൽക്കാലത്തേക്ക് ചുമ്മാ നമുക്ക് വെച്ചേക്കാം ഗൈസ്. കണ്ടില്ലേ ഇപ്പം വില്ലേജീസിൻ്റെ ലുക്കില്ലേ. ഇങ്ങനെ ഫൈനലി നമ്മൾ തട്ടിക്കൂട്ടായിട്ടാണെങ്കിലും നമ്മൾ ചെറിയൊരു ബ്രീഡർ ഫാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കണം ഗൈസ്, ആക്ച്വലി ഇത് വർക്ക് ആവണം, ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ നിർത്തും ഗൈസ്. ലിറ്ററലി ഞാൻ നിർത്തും, കാരണം രണ്ടാമത്തെ ബ്രീഡർ ഫാമാണ്. നമുക്ക് നോക്കണം ഗൈസ്, കുറച്ച് നേരം ഒരു വെയിറ്റ് ചെയ്യണം, അതാണ് പണി. നമ്മുടെ കയ്യിൽ പിന്നെ നമ്മുടെ ആ ഒരു വില്ലേജിൽ പോയിട്ട് ഒരുപാട് ക്യാരറ്റ് കൊണ്ടുവന്നിട്ട് ബോൺമീൽ ഒരുപാട് ക്യാരറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് ക്യാരറ്റ് ഉണ്ട്. പക്ഷെ ഇവന്മാരിങ്ങനെ ബ്രീഡാവാത്തെന്താണ്? ഇനി ഞാൻ നിൽക്കുന്നോണ്ടായിരിക്കൂലേ, ഞാൻ എന്താണിവിടെ ചെയ്യുന്നത്? ഒരു ബേബി വില്ലേജർ പ്ലീസ്. വേണമെങ്കിൽ കുറച്ചുകൂടി ക്യാരറ്റ് വെച്ചോട്ടോ. ഓക്കെ, നമുക്ക് കുറച്ചൊന്ന് മാറി നിൽക്കാം. ചിലപ്പോൾ ഇവർക്ക് നാണമായിരിക്കും ഗൈസ്, നാണമൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഫസ്റ്റ് ടൈം അല്ലേ. എടാ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കും, പരസ്പരം നോക്കിയിരിക്കാണ്ട് എന്തെങ്കിലും ചെയ്യടാ. ഇതെന്താണ് ഇവരൊന്ന് ഇല്ലല്ല ഗൈസ്, അവർക്ക് കുറച്ച് സമയം കൊടുക്കുക ഗൈസ്. നിങ്ങളിങ്ങനെ ആക്രാന്തം പിടിക്കല്ലേ, നിങ്ങളാണ് ഇങ്ങനെ ആക്രാന്തം പിടിക്കുന്നത്. അവരെന്തായാലും കുറച്ച് കഴിയുമ്പോൾ ബ്രീഡാവും. നോക്കൂ ഗൈസ്, ഞാനിപ്പോൾ എണീറ്റ് അവിടെ പോകുമ്പോൾ അവരെന്തായാലും ബ്രീഡായി കാണും. എന്തിനാണ് ഗൈസ്, ഒരു ബ്രീഡായില്ലെങ്കിൽ ഞാൻ എൻ്റെ ബ്രീഡർ ഫാം അങ്ങോട്ട് കട്ട് ചെയ്യും, എന്നിട്ട് പതുക്കെ ഒരു അയൺ ഫാം ഉണ്ടാക്കും. നല്ല നടപടി ഉണ്ടോ? എനിക്കറിയത്തില്ല ഗൈസ്, ഇതെങ്ങനെയാണ് വർക്ക് ആവണമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അതിൻ്റെ ആക്ച്വലി നമുക്ക് മാത്രമേ ഇങ്ങനെ ചാടിക്കിടക്കാൻ പറ്റുള്ളൂ, അതൊരു ടെക്നിക്കാണ്. പിന്നെ ഇതെങ്ങനെ വർക്ക് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു വില്ലേജർ സ്പോണാവും, എന്നിട്ട് അങ്ങോട്ട് വീഴും. അപ്പോൾ ഞാൻ അവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു വെള്ളം ഇങ്ങനെ വരും, അണ്ടർഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ നിന്നിട്ട് ഇവിടെ എത്തും. അപ്പോൾ ഇവിടെ ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പൊങ്ങും, മനസ്സിലായില്ലേ? അപ്പോൾ അതവിടെ കെട്ടിക്കിടക്കും. അപ്പോൾ നമ്മൾ ആ സമയത്തിൽ ഇത് ഇവിടെയായിട്ട് അണ്ടർഗ്രൗണ്ടിൽ ഞാൻ ഒരു സംഭവം ഉണ്ടാക്കണം, ഞാനത് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അതിന് വലിയ റിസോഴ്സസും കാര്യങ്ങളൊന്നും വേണ്ട ഗൈസ്, നമുക്കതിങ്ങനെ കുത്തിച്ചാടിയിരുന്ന രീതി സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിപ്പോൾ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ആദ്യം ആ വില്ലേജ് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതെന്തായാലും വന്നോളും ഗൈസ്. എന്തായാലും ആ വില്ലേജർ ഒരു ബേബി വില്ലേജറിനെ ഉണ്ടാക്കുന്ന ധൃതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡ് ഇട്ട് വാ, ഞാൻ അപ്പോഴേക്ക് ഒരു ബ്രീഡർ ഫാമിൻ്റെ 2 റൗണ്ട് കൂടെ ഒന്ന് ഫിനിഷ് ആക്കട്ടെ. അപ്പോൾ നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡ് ഇടാം.